അന്വേഷണം നടത്തണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും. എൻ്റെ വീട്ടിലെ കുടുംബനാഥനാണ് അവൻ. എൻ്റെ മോൻ 23 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ ജീവനുള്ള ശരീരത്തിൽ കമ്പിവടി കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നത് 33 തവണ. ബോധത്തോടെ കിടക്കുന്ന അഖിൽ കൃഷ്ണയെ ഹോളോബ്രിക്സ് കട്ടയെടുത്ത് 7 പ്രാവശ്യം എറിയുന്നുണ്ട്. അതിൽ 4 തലയിലേക്കാണ്. തലയോട്ടി പിളർന്ന നിലയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. മാസ്ക് ചെയ്തു പോലും കാണിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ ദൃശ്യങ്ങൾ. ആരും കൊല എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയൊരു വാക്ക് കണ്ടെത്തേണ്ടി വരും. അത്രയ്ക്ക് ക്രൂരമായാണ് കൊന്നുകളഞ്ഞത്. എൻ്റെ മോൻ അവനൊക്കെ എന്തിനാണ് എൻ്റെ മോനെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവനൊക്കെ വെറുതെ വിടൂല. വിനീഷ് രാജ്, അഖിൽ, സുമേഷ്, അനീഷ് എന്നിവരാണ് പ്രതികൾ. ഇതിന് സമാനമായ രീതിയിൽ മറ്റൊരു ചെറുപ്പക്കാരനെ 2019 കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് എല്ലാവരും. അനന്തു ഗിരീഷ് എന്ന ചെറുപ്പക്കാരനെ അന്ന് കൊന്നത് ഉത്സവപ്പറമ്പിലെ ഒരു അടിപിടിയുടെ പേരിലാണ്. ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം 3.5 മണിക്കൂർ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തി. സിഗരറ്റ് കൊണ്ട് കണ്ണിൽ കുത്തി, കൈഞ്ഞരമ്പുകൾ മുറിച്ചും കരിക്കും കല്ലും കൊണ്ട് തലക്കടിച്ചുമായിരുന്നു അന്നത്തെ കൊലപാതകം. അഖിലിൻ്റേതുപോലെ തന്നെ അനന്തുവിൻ്റെ തലയോട്ടിയും അന്ന് തകർന്നു. ബാറിൽ വെച്ചുണ്ടായ കൂട്ടത്തല്ലിൻ്റെ പേരിലാണ് അഖിലിനെ ഇന്നലെ ഇല്ലാതാക്കിയത്. സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് കീഴെ പോലീസ് ആസ്ഥാനത്തിൻ്റെ കിലോമീറ്ററുകൾക്കടുത്ത് പട്ടാപ്പകലാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകം നടന്നത്. അതും മറ്റൊരു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി പുറത്തു നടക്കുന്ന പ്രതികൾ. ക്രിമിനൽ ലിസ്റ്റിലുള്ളവരുടെ നീക്കങ്ങൾ പോലും നമ്മുടെ പോലീസ് നിരീക്ഷിക്കുന്നില്ലെന്ന് കരുതേണ്ടി വരും. ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ ബാറിൽ കിടന്ന് തല്ലുണ്ടാക്കിയത് ഇൻ്റലിജൻസ് എങ്കിലും അറിയേണ്ടതാണ്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാവുന്ന പോലീസ് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യണം. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും കാരണം ലഹരിയാണെന്ന് പറഞ്ഞൊഴിയുകയാണ് പോലീസ്. കഴിഞ്ഞ 1 വർഷത്തെ കണക്കെടുത്താൽ ഇതുപോലുള്ള 1, 2, 3, 4 കൊലപാതകമല്ല തിരുവനന്തപുരത്ത് ഉണ്ടായതെന്ന് കാണാം. ലഹരി മാഫിയയ്ക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ 19 വയസ്സുള്ള അർഷദ് എന്ന ചെറുപ്പക്കാരനെ കരിമഠം കോളനിയിൽ വെച്ച് പിടിച്ചു നിർത്തി വെട്ടിക്കൊന്നത് അടുത്തിടെയാണ്. ബാറിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ പ്രദീപ് പിള്ള എന്ന 48-കാരനെ ലഹരിക്കടിമയായ ഒരു സംഘം പൂജപ്പുരയിൽ വെച്ച് തലക്കടിച്ചു കൊന്നത് കഴിഞ്ഞ നവംബറിലായിരുന്നു. പോലീസിനെ നോക്കുകുത്തിയാക്കി ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണെന്ന് ചുരുക്കം.